ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ആ ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് വഴിയിൽ വെച്ച് ഞാൻ ആദ്യമായിട്ടൊരു OCD കാണുവാണ്. അച്ഛൻ കണ്ട വഴി തന്നെ എന്നെ പിടിച്ച് പേര് ചോദിച്ചു, ജെയിംസ് എന്ന് പറഞ്ഞു. ഉടനെ അച്ഛനൊരു ഉത്തിരി എടുത്ത് എൻ്റെ കഴുത്തിലിട്ട് തന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജെയിംസ് നിരവത്ത്. ഞാൻ കർമ്മലീത്ത നിഷ്പാദക സഭയിലെ അംഗമാണ്. ഞാനിപ്പോൾ മൂവാറ്റുപുഴയിലുള്ള ഞങ്ങളുടെ ലിസി സെൻറ്ററിൽ സേവനം ചെയ്യുകയാണ്. എൻ്റെ ദൈവവിളി എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ആ ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് വഴിയിൽ വെച്ച് ഞാൻ ആദ്യമായിട്ടൊരു OCD കാണുവാണ്. ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിലും OCD വൈദികരെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അച്ഛൻ കണ്ട വഴി തന്നെ എന്നെ പിടിച്ച് പേര് ചോദിച്ചു, ജെയിംസ് എന്ന് പറഞ്ഞു. ഉടനെ അച്ഛനൊരു ഉത്തിരി എടുത്ത് എൻ്റെ കഴുത്തിലിട്ട് തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛനാകാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പഠിച്ച് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് വിട്ടില്ല. വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു, കോളേജിലേക്ക് പോയി കുറച്ചുകൂടെയൊക്കെ പഠിച്ച് കുറച്ചുകൂടെയൊക്കെ ചിന്തിച്ചിട്ട് പോയാൽ മതിയെന്ന്. കാരണം ഞാൻ വീട്ടിലെ മൂത്തതായിരുന്നു. മിക്കവാറും ശാസനം ചിന്തിച്ച് കാണണം, വീട്ടിലൊരു സഹായമാവുമല്ലോ. ഞങ്ങൾ കൃഷിക്കാരാണ്, അപ്പോൾ കൃഷിയൊക്കെ നടത്താനൊക്കെ ആയിട്ട് ആളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പഠിച്ചെന്തെങ്കിലും ജോലി എന്തെങ്കിലും നേടുമല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായാലും എന്നോട് പറഞ്ഞു, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് തന്നെ പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കോളേജിലൊക്കെ വന്ന് രാഷ്ട്രീയമൊക്കെ ആയിട്ട് വന്നപ്പോൾ പിന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടക്കൂലെന്ന് തോന്നിയച്ചോ എന്ന് പറഞ്ഞു. ഈ അച്ഛനുടനെ എൻ്റെ പേരുമൊക്കെ കുറിച്ചെടുത്തു, അഡ്രസ്സൊക്കെ കുറിച്ചെടുത്തു, സഭയെപ്പറ്റി അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനങ്ങ് പോയി, അച്ഛനും തിരിച്ചു പോയി. 3ാം ദിവസം എനിക്കൊരു എഴുത്ത് കിട്ടുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ സ്വന്തം പേരിൽ ഈ അച്ഛൻ ഒരു എഴുത്തെഴുതുകയാണ്. കർമ്മലീത്ത സഭയെക്കുറിച്ചും പറഞ്ഞ് എന്നെ സഭയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കിട്ടിയ എഴുത്താണ്ട് ഒരുപാട് സന്തോഷമായി. ഉടനെ പോയി ഇല്ലൻ്റ് വാങ്ങിച്ച് അതിന് മറുപടി അയച്ചു. ആ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുത്തുകൂത്ത് നടന്നുകൊണ്ടിരുന്നു. എന്തായാലും ആ വർഷത്തെ ഫൈനൽ ഇയറൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സഭയിൽ പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ പറഞ്ഞു. ആർക്കും ഒരുപാട് എതിർപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ OCD സഭയിലോട്ട് ഞാൻ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വന്നതിന് ശേഷമാണ് ഈ സഭയുടെ ചൈതന്യത്തെക്കുറിച്ചും ഒക്കെ അറിയണത്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടത് എന്തോ അത് തമ്പുരാൻ എനിക്ക് വേണ്ടി നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ധ്യാന പ്രസംഗങ്ങളും ഇങ്ങനെ ആധ്യാത്മിക ശുശ്രൂഷയാണ് എനിക്കിഷ്ടം. എനിക്ക് മറ്റൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഞങ്ങളുടെ സഭയുടെ കാര്യസ്ഥം, ഞങ്ങളുടെ സഭയുടെ ആ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അതുതന്നെയാണ്. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഞാൻ സെമിനാരി പ്രവേശിച്ച് അന്ന് മുതൽ ഞാൻ ഈ പേപ്പർ കട്ടിങ്സൊക്കെ എടുത്ത് സൂക്ഷിക്കുമായിരുന്നു. പുതിയ വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. കാരണം ഭാവിയിൽ അച്ഛനായി കഴിയുമ്പം വല്ല ധ്യാന പ്രസംഗങ്ങളോ പരിപാടികളൊക്കെ ഉള്ളപ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ നീണ്ട ഫോർമേഷനൊക്കെ കഴിഞ്ഞ് 1995 അച്ഛനായി കഴിഞ്ഞ് പിന്നെയുള്ള വർഷങ്ങൾ കുറേ വർഷങ്ങൾ ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്നു, രൂപീകരണ രംഗത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ പേരാവൂരുള്ള ധ്യാന കേന്ദ്രത്തിലൊക്കെ കുറച്ച് നാളുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഉപരിപഠനത്തിനായിട്ട് പോയി. അപ്പോൾ നീണ്ട 17 കൊല്ലം വിദേശത്ത്, അവിടെ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു. ഞാൻ എൻ്റെ പഠനങ്ങളൊക്കെ തീർത്തു. പക്ഷെ ഞാൻ ആ പ്രോവിൻസിൽ ആളില്ലാത്തതുകൊണ്ട്, രൂപീകരണത്തിന് ആളില്ലാത്തതുകൊണ്ട് 17 കൊല്ലം അവിടെ രൂപീകരണത്തിൻ്റെ ചാർജ് വഹിച്ച് അവിടെയായിരുന്നു. അവിടെ എനിക്ക് ഒരുപാട് സേവനം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് OCD സഭയിലെ വൈദികൻ എന്ന നിലയ്ക്ക് ഒരുപാട് ധ്യാനങ്ങൾ മലയാളവും ഇംഗ്ലീഷും ജർമ്മനും ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചു. പിന്നെ ആ രൂപതയിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ ആ പ്രോവിൻസിലാണെങ്കിലും ആ രൂപീകരണത്തിൻ്റെ മേഖലയിലും അതുപോലെ തന്നെ അവിടുത്തെ ഭരണ സംവിധാനത്തിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കാനൊക്കെ പറ്റി. വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് വീണ്ടും ഇന്ത്യയിൽ 2017 തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ അവിടെ ഞങ്ങളുടെ മേജർ സെമിനാരിയിൽ ബാംഗ്ലൂരുള്ള കർമ്മലാരാം തിയോളജി കോളേജിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ബാംഗ്ലൂർ, അവിടെ ഒരു 3 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ മൂവാറ്റുപുഴയ്ക്ക് വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ദൈവവിളിയും ഈ സഭയുടെ ജീവിതവും ഒരുപാട് സന്തോഷം തരുന്നതാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും ദൈവം എന്നെ പിടിച്ചു വഴി നടത്തുന്ന ഒരു അനുഭവം, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥവും സഹായവും ഒക്കെ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാമല്ലോ, ഇന്ന് ഞാനൊരു കർമ്മലീത്ത സഭയിലെ വൈദികനാണെങ്കിൽ അത് പരിശുദ്ധ അമ്മയുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും. പിന്നെ ഇന്ന് ഞങ്ങളുടെ സഭയിൽ ധാരാളം ചെറുപ്പക്കാരൊക്കെ വരുന്നുണ്ട്. പലർക്കും ഈ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒരു മോശപ്പെട്ടത് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് വേറെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. എനിക്ക്
പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, ദൈവവിളി അതൊരു ഭയങ്കര ദാനമാണ്, ഒരു ഭയങ്കര വലിയൊരു സമ്മാനമാണ്. അവർ വൊക്കേഷൻ ഈസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ്. അത് സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്. കാരണം എനിക്കറിയാമായിരുന്നു എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോയിരുന്നെങ്കിൽ, കാരണം അതിനുള്ള വഴികളൊക്കെ വിട്ട് തെളിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന സമയത്താണ് ഞാൻ എല്ലാം വിട്ടുപേക്ഷിച്ച് പോരുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ നിലയിൽ എത്താമായിരുന്നു, അല്ലെങ്കിൽ പഠനത്തിൻ്റെ രീതിയിൽ പോയിട്ട് എനിക്ക് അവിടെ എത്താമായിരുന്നു, പല തലങ്ങളിലും. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും തരുന്നത് ഈ സമൂഹത്തെ കാണുമ്പോഴും സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ്, സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ ദൈവവിളിയെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയുടെ രീതികളെക്കുറിച്ചോ എനിക്കൊരു പരാതിയില്ല. ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം സന്തോഷവാനായിട്ട് ജീവിച്ചു കഴിയുമ്പം ആ സന്തോഷം മറ്റുള്ളവർക്കൊരു സന്തോഷമാണ്. അതങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒരുപാട് കഴിവുള്ള ആളൊന്നുമല്ല. തമ്പുരാൻ എൻ്റെ സാധാരണക്കാരനാണ്. ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്. ഞാനാ മൂത്തയാൾ. എൻ്റെ അനിയനുണ്ട്, പിന്നെ 2 പെങ്ങന്മാരുണ്ട്. ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇന്ന് എനിക്കൊരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ആ കൊച്ചു ഗ്രാമത്തിലും തമ്പുരാൻ എന്നെ ഈ സഭയുടെ ഈ തലങ്ങളിലേക്കൊക്കെ പിടിച്ചുയർത്തിയല്ലോ എന്ന് ഓർക്കുമ്പം അത് എൻ്റെ ദൈവങ്ങൾ കൊണ്ട് മാത്രം സാധിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഇടവകളിലുള്ള ധ്യാന പ്രസംഗങ്ങൾ, മറ്റ് ആധ്യാത്മിക ശുശ്രൂഷകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ സന്തോഷത്തിൽ നമുക്ക് കിട്ടുന്ന സംതൃപ്തി, അതാണ് ഒരു വൈദികൻ്റെ സംതൃപ്തി. ആ സംതൃപ്തിയുടെ തലത്തിൽ ഞാൻ പൂർണ്ണ ഭാഗ്യവാനാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ദൈവം എന്നെ അത്രത്തോളം എത്തിച്ചു. ഇത് എൻ്റെ ഈ ദൈവവിളിയും എൻ്റെ ഈ ജീവിതത്തിൻ്റെ രീതികളും നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രചോദനമായാൽ ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവം വിളിക്കും, ആ വിളിക്ക് നമ്മൾ ചെവി ഓർക്കണം. ആ ചെവി ഓർക്കുന്ന വിളിക്ക് നമ്മൾ പ്രത്യുത്തരം കൊടുക്കണം. കൊടുത്തു കഴിയുമ്പം തമ്പുരാൻ തന്നെ നടത്തിക്കോളും. ആ കൊണ്ടുപോകുന്ന വഴികൾ, അവൻ്റെ വഴികൾ എത്ര സുന്ദരമാണെന്നറിയാമോ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാ ജീവിതത്തിലും ഉണ്ടാകും. പക്ഷേ അവൻ കൊണ്ടുപോകുന്ന വഴികൾ നമ്മുടെയൊക്കെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്താണ്. അതുകൊണ്ട് സ്നേഹത്തോടെ ആരെങ്കിലും അവനെ അനുധാവനം ചെയ്യാനുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ ആ വിളി കേൾക്കുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഇതിനെക്കുറിച്ച് അറിയാനോ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി, ഞാൻ പറയാം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എൻ്റെ അനുഭവങ്ങൾ. അത് നിങ്ങൾക്ക് പ്രചോദനമാകുമെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.